ഹലോ നമസ്കാരം എല്ലാവർക്കും ചലഞ്ചർ ആപ്പിലേക്ക് സ്വാഗതം. ഞാൻ അനന്തു. നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്യാൻ തുടങ്ങാൻ പോകുന്നത് ഇനി ഇന്ത്യയിലെ ധാതുക്കളും ഇന്ത്യയിലെ പ്രധാന വ്യവസായങ്ങളും എന്ന ടോപ്പിക്കിലേക്കാണ്. അപ്പോൾ നമ്മൾ കാലാവസ്ഥ പഠിച്ചു, ഇന്ത്യയിലെ സസ്യജാലങ്ങളെ കുറിച്ച് പഠിച്ചു, അതിനുശേഷം ഇന്ത്യയിലെ പ്രധാന കൃഷികൾ പഠിച്ചു. ഇനി ഇന്ത്യയിലെ പ്രധാനപ്പെട്ട ധാതുക്കൾ എന്താണ്, അത്തരം പ്രദേശങ്ങളിൽ ഉണ്ടാകുന്ന ഇന്ത്യയിലെ പ്രധാനപ്പെട്ട വ്യവസായങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതാണ് ഇനി നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത്. അപ്പൊ എല്ലാവരോടും പറയാനുള്ളത് മാപ്പ് ഒഴിവാക്കരുത്, മാപ്പ് എടുത്ത് മുന്നിൽ വെച്ചേക്കണം. ഈ സ്ഥലങ്ങൾ എവിടൊക്കെയാണെന്നൊക്കെ നോക്കാനൊന്നും മറന്നു പോകരുത്. ഓക്കെ, അപ്പൊ നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് കിടക്കാം. ഓക്കെ, അപ്പോൾ ധാതു വിഭവങ്ങളെ നമുക്ക് പ്രധാനമായിട്ടും ലോഹധാതുക്കൾ എന്നും അലോഹധാതുക്കൾ എന്നും രണ്ടായി തിരിക്കാൻ പറ്റും. ലോഹധാതുക്കൾ എന്നും അലോഹധാതുക്കൾ എന്നും രണ്ടായി നമുക്ക് തിരിക്കാൻ പറ്റും. അപ്പൊ ലോഹ സ്രോതസ്സുകളൊക്കെ ഉള്ളതായിരിക്കും എന്ത്, ലോഹധാതുക്കൾക്ക്. ഉദാഹരണമായിട്ട് നമുക്ക് പറയാം ലോഹങ്ങളെ ഇപ്പോ ഇരുമ്പിന്റെ അംശമുള്ളവയെന്നും അല്ലാത്തവയെന്നും ഒക്കെ നമുക്ക് ലോഹങ്ങളെ, ഇരുമ്പിന്റെ അംശമുള്ള ലോഹങ്ങളുണ്ട്, ഇരുമ്പിന്റെ അംശം ഇല്ലാത്ത ലോഹങ്ങളെന്നൊക്കെ ഉള്ളതുണ്ട്. അതുപോലെ തന്നെ ഇന്ത്യക്ക് ഏറ്റവും കൂടുതൽ ഖനികളുള്ള സംസ്ഥാനം എന്ന് പറയുന്നത് തമിഴ്നാടാണ്. തമിഴ്നാട്ടിലാണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഖനികളുള്ളത്. ഏതാണ്ട് 230 എണ്ണമുണ്ട് തമിഴ്നാട്ടിൽ. അപ്പൊ ഞാനിവിടെ പറയുന്നു ലോഹധാതുക്കൾ അലോഹധാതുക്കൾ എന്നിങ്ങനെയുള്ള രണ്ട് തട്ടുകൾ പറയുന്നു. ഇതിലെ ലോഹധാതുക്കളെ നമുക്ക് എന്ത് ചെയ്യാം, പിന്നെ രണ്ട് ഡിവിഷനായി മുറിക്കാം. ഒന്ന് ഇരുമ്പിന്റെ അംശമുള്ളവ, ഇരുമ്പിന്റെ അംശം ഉള്ളവ. ഓക്കെ, ഇരുമ്പിന്റെ അംശം ഉള്ളവ. രണ്ടാമത് ഇരുമ്പിന്റെ അംശം ഇല്ലാത്തവ, ഇരുമ്പിന്റെ അംശം ഇല്ലാത്തവ. ഇങ്ങനെ നമുക്ക് ലോഹധാതുക്കളെ രണ്ടായി തിരിക്കാം. ഇരുമ്പ് ഉള്ള ലോഹങ്ങളുണ്ട്, ഇരുമ്പില്ലാത്ത ലോഹങ്ങളുണ്ട്. ഇനി അലോഹങ്ങളെ നമുക്ക് എന്തൊക്കെ തിരിക്കാം, ധാതു ഇന്ധനങ്ങൾ എന്നും ധാതു ഇന്ധനങ്ങൾ എന്നും അതുപോലെ മറ്റു ധാതുക്കൾ അതല്ലാത്ത മറ്റു ധാതുക്കൾ എന്നും നമുക്ക് രണ്ട് ഇതായിട്ട് പറയാനായിട്ട് സാധിക്കും. ഇങ്ങനെയാണ് നമുക്കൊരു ക്ലാസിഫിക്കേഷൻ പറയുന്നത്. അപ്പം ഇപ്പൊ ഇരുമ്പിന്റെ അംശമുള്ളതെന്ന് പറയുമ്പോൾ ഇരുമ്പുണ്ട്, മാംഗനീസ് പോലുള്ള സാധനങ്ങൾക്കൊക്കെ എന്താണ്, അതിലെല്ലാം ഇരുമ്പുണ്ട്. എന്നാൽ ഇരുമ്പിന്റെ അംശം ഇല്ലാത്ത ലോഹങ്ങൾ എന്തൊക്കെയുണ്ട്, സ്വർണത്തിൽ ഇരുമ്പുണ്ടോ, വെള്ളിയിൽ ഇരുമ്പുണ്ടോ, ചെമ്പിൽ ഇരുമ്പുണ്ടോ, ബോക്സൈറ്റിൽ ഇരുമ്പുണ്ടോ, ഇതിലൊന്നും ഇരുമ്പില്ല. പക്ഷെ അതൊരു ലോഹധാതുവാണ്. എന്നാൽ ധാതുക്കൾ, ധാതു ഇന്ധനങ്ങൾ എന്നൊക്കെ പറഞ്ഞ ഇന്ധനങ്ങൾ, പെട്രോളിയം, കൽക്കരി, ഇതൊക്കെ എന്താണ്, ധാതു ഇന്ധനങ്ങളാണ്. മറ്റെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മൈക്ക പോലുള്ള, മൈക്കയുടെ മലയാളം എന്താ, അഭ്രം, മൈക്ക പോലെയുള്ളതൊക്കെയാണ് മറ്റു ധാതുക്കൾ വിഭവങ്ങളിൽ വരുന്നത്. അപ്പോ ഈ ധാതുക്കളുടെ ഒരു പ്രധാന കലവറ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ഉപദ്വീപീയ പീഠഭൂമികളാണ് ധാതുക്കളുടെ കലവറ. നമ്മുടെ ഇവിടെയൊക്കെ കാണുന്ന ഡെക്കാൻ പീഠഭൂമി, മാൽവ പീഠഭൂമി, ഇങ്ങനെയുള്ള ഉപദ്വീപീയ പീഠഭൂമിയാണെന്ത്, ലോഹധാതു അല്ലെങ്കിൽ ധാതുക്കളുടെ കലവറ എന്ന് പറയുന്ന ഇന്ത്യയുടെ ഭൗമശാസ്ത്രപരമായ മേഖല എന്ന് പറയുന്നത്. അപ്പോൾ ഇന്ത്യയുടെ ധാതു കലവറ എന്ന് ചോദിച്ചാൽ നിങ്ങൾ ഓർത്തിരിക്കേണ്ട ഒരു പോയിന്റാണ് ചോട്ടാ നാഗ്പൂർ പ്ലാറ്റ്യൂ ആണ്. നമ്മൾ വരച്ചു പഠിച്ചിട്ടുണ്ട്. ചോട്ടാ നാഗ്പൂർ പ്ലാറ്റ്യൂ പീഠഭൂമിയാണെന്ത് നമ്മളുടെ ഇന്ത്യയിലെ ധാതു കലവറ എന്നറിയപ്പെടുന്നത്. എന്നാൽ ഇന്ത്യയുടെ ധാതു കലവറ എന്ന് അറിയപ്പെടുന്ന ഒരു സംസ്ഥാനമുണ്ട്, ഒരു പ്രദേശം എന്ന് ചോദിച്ചാൽ, ധാതു കലവറ എന്ന് പറയുന്ന ഒരു പ്രദേശം ചോദിച്ചാൽ ചോട്ടാ നാഗ്പൂരും ഒരു സംസ്ഥാനമാണ് എന്ന് ചോദിച്ചാൽ അത് ഏതാണെന്ന് ചോദിച്ചാൽ ജാർഖണ്ഡുമാണ്. ഓക്കെ, അത് ജാർഖണ്ഡുമാണ്. ശ്രദ്ധിച്ച് ഉത്തരം എഴുതണം. ഒരു പ്രദേശം, ഭൗമ പ്രദേശം എന്ന് ചോദിച്ചാൽ അത് ചോട്ടാ നാഗ്പൂർ പ്ലാറ്റ്യൂ ആണ്. എന്നാൽ ഒരു സംസ്ഥാനം എന്ന് ചോദിച്ചാൽ അത് ജാർഖണ്ഡുമാണ് എന്ന് ഓർത്തിരിക്കുക. ഓക്കെ, അപ്പോൾ നമ്മൾ ഇതിലെ ലോഹധാതുക്കളെ കുറിച്ച് പഠിക്കാനായിട്ട് പോവുകയാണ്. അതിനകത്തെ ഒന്നാമത്തെ ആളാണ് ഇരുമ്പയിര്. ഓക്കെ, ഇന്ത്യയിൽ ഇരുമ്പയിരിന്റെ കലവറ ഏറ്റവും കൂടുതലുള്ള ഈ കാണുന്നതിലെ സംസ്ഥാനങ്ങൾ ഏതാണെന്ന് ചോദിച്ചാൽ ഇന്ത്യയിൽ ഇരുമ്പയിരിന്റെ ഏറ്റവും കൂടുതൽ കലവറകൾ ഉള്ളത് എവിടെയാണെന്ന് ചോദിച്ചാൽ ഇരുമ്പയിര് ഒന്ന് കർണാടകമുണ്ട്, മറ്റൊന്ന് ഒഡീഷയുണ്ട്, മറ്റൊന്ന് ജാർഖണ്ഡ് ഉണ്ട്. കണ്ടോ, കർണാടക, ഒഡീഷ, ജാർഖണ്ഡ് എന്നിവിടങ്ങളിലാണ് എന്ത്, ഇരുമ്പയിര് പ്രധാനമായിട്ടും നമുക്ക് കാണാനായിട്ട് പറ്റുന്നത്. എന്നാൽ ഏറ്റവും കൂടുതൽ ഇരുമ്പയിര് ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനങ്ങൾ എന്ന് ചോദിച്ചാൽ ഒഡീഷ. അപ്പൊ എന്നാൽ ഇന്ത്യയിൽ ഇരുമ്പയിര് കലവറകൾ ഏറ്റവും കൂടുതലുള്ളത് കർണാടക, ഒഡീഷ, ജാർഖണ്ഡ്. എന്നാൽ ഏറ്റവും കൂടുതൽ ഇരുമ്പയിര് ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം എന്ന് ചോദിച്ചാൽ, ഏറ്റവും കൂടുതൽ ഇരുമ്പയിര് ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം എന്ന് ചോദിച്ചാൽ അതിലകത്താറുണ്ട്, ഒഡീഷ വരുന്നുണ്ട്,
ഛത്തീസ്ഗഡ് വരുന്നുണ്ട്, പിന്നെ ആര് വരുന്നുണ്ട്? കർണാടകം വരുന്നുണ്ട്, പിന്നെ ജാർഖണ്ഡും വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഏറ്റവും കൂടുതൽ ഇരുമ്പയിര് ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനങ്ങളിനകത്ത് അഡീഷണൽ ആയിട്ട് കയറി വരുന്ന ആരുണ്ട്? ഛത്തീസ്ഗഡ് കൂടെ. അവിടെയും നന്നായിട്ട് കാരണം ജാർഖണ്ഡും ഒഡീഷയും ഒക്കെ അടുത്ത് കിടക്കുന്നുണ്ട്. അവിടെയും അത്തരം ഉൽപ്പന്നങ്ങൾക്ക് സാന്നിധ്യം കൂടുതൽ ഉണ്ടായിരിക്കും. ഇനി ഇരുമ്പയിര് ഉൽപ്പാദിപ്പിക്കുന്ന മറ്റു സംസ്ഥാനങ്ങൾ ഏതൊക്കെയാണ്? ഇരുമ്പയിര് ഉൽപ്പാദിപ്പിക്കുന്ന മറ്റു സംസ്ഥാനങ്ങൾ ഏതൊക്കെയുണ്ട് എന്ന് ചോദിച്ചാൽ അത് ഏറ്റവും കൂടുതലിന്റെ കാര്യം ഞാൻ പറഞ്ഞോളൂ. ഒന്ന് ആന്ധ്രാപ്രദേശ്, മറ്റൊന്ന് ഗോവ, പിന്നെ മധ്യപ്രദേശ്, പിന്നെ മഹാരാഷ്ട്ര, പിന്നെ രാജസ്ഥാൻ. ഇതെന്താണ്? മറ്റു സംസ്ഥാനങ്ങൾ. ഏറ്റവും മേജർ ആയിട്ടുള്ള ആൾക്കാരാണ് ഈ മഞ്ഞയിലും നീലയിലും വെച്ചിരിക്കുന്നത്. അല്ലാതെ മറ്റൊരു സംസ്ഥാനങ്ങളാണ് ആന്ധ്രാപ്രദേശ്, ഗോവ, മഹാരാഷ്ട്ര, മധ്യപ്രദേശ്, രാജസ്ഥാൻ എന്നീ മേഖലകളിലാണ് ഇത് കാണപ്പെടുന്നത് പറഞ്ഞത്. അപ്പോൾ ഇന്ത്യയിൽ ഖനനം ചെയ്യുന്ന ഇരുമ്പയിരിന്റെ 50 മുതൽ 60% വരെ ഇറക്കുമതി ചെയ്യുന്ന രാജ്യങ്ങളുണ്ട്. ഇന്ത്യയിൽ ഖനനം ചെയ്യുന്നത്, അതായത് നമ്മൾ കൊണ്ടുപോയി ഇറക്കി കൊടുക്കുന്നത് എവിടൊക്കെയുണ്ട് എന്നതാണ് നമ്മൾ പറയുന്നത്. നമ്മൾ കൊണ്ടുപോയി ഈ ഇരുമ്പയിര് ഇറക്കി കൊടുക്കുന്നത് എവിടൊക്കെ ഉണ്ടെന്നാണ് നമ്മൾ നോക്കുന്നത്. നമുക്ക് നോക്കാം എവിടൊക്കെ ഉണ്ടെന്ന് നമുക്ക് നോക്കാം. നോക്കിക്കേ, ജപ്പാൻ, കൊറിയ, യൂറോപ്യൻ രാജ്യങ്ങൾ, ഗൾഫ് രാജ്യങ്ങൾ, ഇവിടൊക്കെ എന്താണ്? ഇന്ത്യയിൽ നിന്നുമാണ് ഇരുമ്പയിര് ഇറക്കുന്നത്. ഗൾഫ് രാജ്യങ്ങൾ ഇവിടെ എല്ലാം എന്താണ്? ഇന്ത്യയിൽ നിന്ന്. അപ്പോൾ ഇന്ത്യയിൽ ഖനനം ചെയ്യുന്ന ഇരുമ്പയിരിന്റെ 50 to 60% വരെ ഇറക്കുമതി ചെയ്യുന്ന രാജ്യങ്ങളാണ് ഈ മേളിൽ പറഞ്ഞിട്ടുള്ള ജപ്പാൻ, കൊറിയ, യൂറോപ്യൻ രാജ്യങ്ങൾ, ഗൾഫ് രാജ്യങ്ങൾ എന്നൊക്കെ. അപ്പോൾ ഇന്ത്യയിൽ നിന്നും ഏറ്റവും കൂടുതൽ ഇരുമ്പയിര് ഇറക്കുന്നത് ഈ കൂട്ടത്തിൽ ജപ്പാൻകാരാണ്. ഇന്ത്യയിൽ നിന്ന് ഏറ്റവും കൂടുതൽ ഇരുമ്പയിര് ഇറക്കുന്നത് ആരാണ്? ജപ്പാൻകാരാണ്. ഓക്കെ, ഇനി ഞാൻ പറഞ്ഞല്ലോ ഇവിടെ ഒഡീഷയുണ്ട്, ജാർഖണ്ഡ് ഉണ്ട്, കർണാടകമുണ്ട്, ഗോവയുണ്ട്, തമിഴ്നാടുണ്ട്. തമിഴ്നാട്ടിൽ കിടന്നോട്ടെ, തമിഴ്നാട്ടിലും ഉണ്ട് എന്ന് വെച്ചോ. തമിഴ്നാട് വളരെ കുറച്ച് ഉൽപ്പാദിപ്പിക്കുന്നുള്ളൂ, അതുകൊണ്ടാണ് ഞാൻ മറ്റേ ക്ലാസിഫിക്കേഷനിൽ പറയാൻ. ഇതിനകത്ത് ഒഡീഷയിലെ പ്രധാന ഇരുമ്പയിര് ഖനന മേഖല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സുന്ദർഗഡ്, മയൂർഭഞ്ച്, പിന്നെ ഛാർ. ഇവിടൊക്കെയാണ് ഒഡീഷയിൽ പ്രധാനപ്പെട്ട ഖനന മേഖലകളുള്ളത്. അടുത്തതായിട്ട് ജാർഖണ്ഡ് എടുത്തു കഴിഞ്ഞാൽ അത് സിംഗ്ഭം എന്ന് പറയുന്നിടത്താണ് ഇരുമ്പയിര് ഖനനമുള്ളത്. അടുത്ത കർണാടകയാണ് എടുക്കുന്നതെങ്കിൽ ബെല്ലാരി, ചിക്മംഗളൂർ, അതുപോലെ തന്നെ ഷിമോഗ, ചിത്രദുർഗ് എന്നിവിടങ്ങളാണത്. ഇനി തമിഴ്നാട് എടുത്തു എന്ന് വെച്ചോളൂ. സേലം, നീൽഗിരി എന്നിവയാണ് തമിഴ്നാട്ടിൽ പ്രധാനമായും ഇരുമ്പയിര് ഉൽപ്പാദിപ്പിക്കുന്ന സ്ഥലങ്ങൾ എന്ന് പറയുന്നത്. ഇത്രയും കാര്യങ്ങളെങ്കിലും ജനറലി നിങ്ങളൊന്ന് മനസ്സിലാക്കി വെച്ചേക്കണം. അടുത്തതായിട്ടുള്ളതാണ് മാംഗനീസ്. ഇരുമ്പുരുക്ക് വ്യവസായത്തിലെ ഒരു മുഖ്യ അസംസ്കൃത വസ്തുവാണ് ഏത്? ഈ മാംഗനീസ് എന്ന് പറയുന്നത്. ഇരുമ്പുരുക്ക് വ്യവസായത്തിലെ മുഖ്യ അസംസ്കൃത വസ്തുവാണ് ഏത്? മാംഗനീസ് എന്ന് പറയുന്നത്. അപ്പൊ മാംഗനീസിന്റെ ഉപയോഗം ഇരുമ്പിന്റെ കൂട്ടിക്കലർത്തി സങ്കര ലോഹങ്ങൾ നിർമ്മിക്കാൻ, ഇരുമ്പുമായി കൂട്ടിക്കലർത്തി സങ്കര ലോഹങ്ങൾ നിർമ്മിക്കാനായിട്ടാണ് എന്ത്? മാംഗനീസിനെ പ്രധാനം. അപ്പൊ മാംഗനീസിന്റെ ഉപയോഗം എന്താണെന്ന് ചോദിച്ചാൽ ഇരുമ്പുമായി കൂട്ടിക്കലർത്തി സങ്കര ലോഹ നിർമ്മാണങ്ങൾക്കാണ് ഇത് ഉപയോഗിക്കുന്നത്. അപ്പൊ ലോകത്തിൽ മാംഗനീസ് നിക്ഷേപത്തിന്റെ എത്ര ശതമാനമാണ് ഇന്ത്യയിലുള്ളത് എന്ന് ചോദിച്ചാൽ 20% നിക്ഷേപവും ഇന്ത്യക്കകത്താണുള്ളത്. 20%. അപ്പോൾ ലോകത്തിൽ ഏറ്റവും കൂടുതൽ മാംഗനീസ് ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യം സൗത്ത് ആഫ്രിക്കയാണ്, ദക്ഷിണാഫ്രിക്കയാണ്. അല്ലെങ്കിൽ സൗത്ത് ആഫ്രിക്കയിലാണ് ഏറ്റവും കൂടുതൽ മാംഗനീസ് ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യം. അപ്പൊ ഇന്ത്യയിൽ നിന്ന് ഏറ്റവും കൂടുതൽ മാംഗനീസ് ഇറക്കുമതി ചെയ്യുന്നതും ആരായിരിക്കും? ജപ്പാൻ തന്നെയാണ്. 2/3 ഭാഗവും ജപ്പാൻ തന്നെ ഇറക്കുമതി ചെയ്യുകയാണ്. ഇന്ത്യയിൽ നിന്നും 2/3 ഭാഗവും മാംഗനീസ് ഇറക്കുമതി ചെയ്യുന്നത് ജപ്പാനാണ്. ഓക്കെ, അപ്പൊ അത് ഓർത്തിരിക്കുക. അടുത്തതായിട്ടുള്ളതാണ് ചെമ്പ്. എന്ന് പറഞ്ഞാൽ ലോകത്തിൽ ഏറ്റവും കൂടുതൽ ചെമ്പ് ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യം ചിലിയാണ്. സൗത്ത് അമേരിക്കൻ രാജ്യമായ ചിലിയാണ് ലോകത്തിൽ ഏറ്റവും കൂടുതൽ ചെമ്പ് ഉൽപ്പാദിപ്പിക്കുക. അപ്പൊ ചെമ്പ് ഉൽപാദനത്തിൽ മുന്നിൽ നിൽക്കുന്ന ഇന്ത്യൻ സംസ്ഥാനങ്ങൾ ഏതൊക്കെയാണ് എന്ന് ചോദിച്ചാൽ നോക്കിക്കേ, മധ്യപ്രദേശ്, രാജസ്ഥാൻ, ജാർഖണ്ഡ് എന്നിവയാണ് ചെമ്പ് ഉൽപ്പാദനത്തിൽ ഇന്ത്യയിൽ മുന്നിൽ നിൽക്കുന്ന സംസ്ഥാനങ്ങൾ എന്ന് പറഞ്ഞത്. അപ്പോൾ
ബാലഘട്ട് എന്നൊക്കെ കേട്ടിട്ടുണ്ടോ? ബാലഘാട്ട് ചെമ്പ് ഖനന കേന്ദ്രം സ്ഥിതി ചെയ്യുന്ന ഒരു സംസ്ഥാനമാണ് ഈ ബാലഘാട്ട് എന്ന് പറയുന്നത്. അപ്പോൾ ബാലഘാട്ട് ചെമ്പ് ഉരുക്ക് ചെമ്പ് ഖനന നിലനിൽക്കുന്ന എവിടെയാണെന്ന് ചോദിച്ചാൽ അത് എവിടെയാണ്? മധ്യപ്രദേശിലാണ് കേട്ടോ. ബാലഘാട്ട് ചെമ്പ് ഖനിയുള്ളത് മധ്യപ്രദേശിലാണ്. ഇനി വൈദ്യുതോപകരണ വ്യവസായങ്ങളിൽ ചാലകമായി ഉപയോഗിക്കുന്ന ഒരു ലോഹമാണല്ലോ ചെമ്പ് എന്ന് പറയുന്നത്. ഉപകരണങ്ങളിൽ ചാലകങ്ങളായി ഉപയോഗിക്കുന്നവയാണ് എന്ത്? ചെമ്പ് എന്ന് പറയുന്നത്. അപ്പൊ ഇന്ത്യയിലെ ആദ്യത്തെ നിക്കൽ നിർമ്മാണശാല ആരംഭിക്കുന്നത് ഹിന്ദുസ്ഥാൻ കോപ്പർ ലിമിറ്റഡ് ആണ്. അതെവിടെയാണ്? ജാർഖണ്ഡിലാണ് കേട്ടോ. ജാർഖണ്ഡിലാണ് ഹിന്ദുസ്ഥാൻ കോപ്പർ ലിമിറ്റഡ്. അപ്പൊ ഇന്ത്യയിലെ ആദ്യ നിക്കൽ നിർമ്മാണശാല എന്ന് പറയുന്നത് ഹിന്ദുസ്ഥാൻ കോപ്പർ ലിമിറ്റഡ് ആണ്. അതെവിടെയാണ്? ജാർഖണ്ഡിലാണ്. ഓക്കെ. ഇനി നോക്കിയാൽ ബോക്സൈറ്റ് അലൂമിനിയത്തിന്റെ പ്രധാന അയിരാണ് അല്ലെ. ബോക്സൈറ്റ് അലൂമിനിയത്തിന്റെ പ്രധാനപ്പെട്ട ഒരു അയിരാണ് ഏത്? ബോക്സൈറ്റ് എന്ന് പറയുന്നത്. ഏറ്റവും കൂടുതൽ ബോക്സൈറ്റ് നിക്ഷേപമുള്ള ഇന്ത്യൻ പ്രദേശം എന്ന് പറഞ്ഞാൽ കാലഹന്ദിയാണ്. കാലഹന്ദി ഏറ്റവും കൂടുതൽ ബോക്സൈറ്റ് നിക്ഷേപം കാലഹന്ദിയിലാണ്. കാലഹന്ദി കോരാപുത്ത് എവിടെയത്? ഒഡീഷ. അവിടെയാണ് ഏറ്റവും കൂടുതൽ ബോക്സൈറ്റ് നിക്ഷേപങ്ങൾ ഉള്ളത്. ഇനി ഇന്ത്യയിൽ എവിടൊക്കെ എന്ന് നമുക്കൊന്ന് നോക്കാം. ഓക്കെ, ഇന്ത്യയിൽ എവിടൊക്കെ ഉണ്ടെന്ന് നമുക്കൊന്ന് നോക്കാം. നോക്കിക്കോ. ബോക്സൈറ്റ് ഉൽപാദനത്തിൽ മുന്നിൽ നിൽക്കുന്ന സംസ്ഥാനങ്ങൾ: 1 ഒഡീഷ ഉണ്ടോ? ഉണ്ട്. 2 ഗുജറാത്ത് ഉണ്ടോ? ഉണ്ട്. ജാർഖണ്ഡ് ഉണ്ടോ? ഉണ്ട്. ഛത്തീസ്ഗഡ് ഉണ്ടോ? ഉണ്ട്. മഹാരാഷ്ട്ര ഉണ്ടോ? ഉണ്ട്. അങ്ങനെ എത്ര ഉണ്ട്? ഗുജറാത്ത്, മഹാരാഷ്ട്ര, ഛത്തീസ്ഗഡ്, ജാർഖണ്ഡ്, ഒഡീഷ. ഇങ്ങനെ 5 സംസ്ഥാനങ്ങളാണ് ഏറ്റവും കൂടുതൽ ബോക്സൈറ്റ് ഉൽപ്പാദിപ്പിക്കുന്നത്. അപ്പോൾ ബോക്സൈറ്റിന്റെ ഉപയോഗം എന്താണ് എന്നൊക്കെ നിങ്ങൾക്ക് അറിയാമോ? എന്തിനാ ഈ ബോക്സൈറ്റ് എല്ലാം കൂടെ? പ്രധാനമായും വിമാനം, വൈദ്യുത ഉപകരണങ്ങൾ, പിന്നെ ഗാർഹിക ഉപകരണങ്ങൾ എന്നിവയുടെ നിർമ്മാണത്തിന്, വിമാന നിർമ്മാണം, വൈദ്യുതോപകരണം, ഗാർഹിക ഉപകരണ നിർമ്മാണങ്ങൾക്കാണ് പ്രധാനമായും ഉപയോഗിക്കുന്നത്? ബോക്സൈറ്റ് ഉപയോഗിക്കുന്നത്. മനസ്സിലായോ? അടുത്തതായുള്ളതാണ് ഗോൾഡ്, സ്വർണം അല്ലെ. ഇന്ത്യയിലെ പ്രധാന സ്വർണ്ണഖനികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കേട്ടിട്ടുണ്ടാവും നിങ്ങൾ. കോലാർ, കർണാടകത്തിലെ കോലാർ. പിന്നെ ഹട്ടി സ്വർണ്ണഖനി, ഹട്ടി അതും കർണാടകത്തിലാണ്. ഇതും കർണാടകമാണ്. ഹട്ടിയും കർണാടകത്തിൽ തന്നെയാണ്. ഇനി രാംഗിരി എവിടെയാണ്? ആന്ധ്രാപ്രദേശിലെ അനന്തപൂർ ജില്ലയിലാണ് രാംഗിരി. അപ്പൊ കോലാർ, ഹട്ടി, രാംഗിരി ഒക്കെയാണ് പ്രധാനപ്പെട്ട ഇന്ത്യയിലെ സ്വർണ്ണഖനി എന്ന് പറഞ്ഞാൽ. ഏറ്റവും കൂടുതൽ സ്വർണം ഉൽപ്പാദിപ്പിക്കുന്ന ഇന്ത്യൻ സംസ്ഥാനങ്ങളും ഇവ രണ്ടുമാണ്. കർണാടകവും ആന്ധ്രാപ്രദേശിലുമാണ് ഏറ്റവും കൂടുതൽ സ്വർണം ഉൽപ്പാദിപ്പിക്കുന്ന ഇന്ത്യൻ സംസ്ഥാനങ്ങളുണ്ട്. ഇന്ത്യയിലെ ഏക വജ്രഖനി ഏതാണെന്നറിയാമോ? ഇന്ത്യയിലെ ഏക വജ്രഖനി അത് പന്നയാണ് കേട്ടോ. മധ്യപ്രദേശിലെ പന്നയാണ് ഇന്ത്യയിലെ ഏക വജ്രഖനി എന്ന് പറയുന്നത്. ഇനി പ്രശസ്തമായ കിംബർലി വജ്രഖനി സ്ഥിതി ചെയ്യുന്നത് എവിടെയാണെന്ന് അറിയാമോ? കിംബർലി അത് സൗത്ത് ആഫ്രിക്കയിലാണ് കേട്ടോ. സൗത്ത് ആഫ്രിക്ക. ഓക്കെ. ഇന്ത്യയിലെ 2020 ഇന്ത്യയിൽ ഏറ്റവും വലിയ സ്വർണ്ണശേഖരം കണ്ടെത്തിയ സംസ്ഥാനം ഏതാണെന്ന് അറിയാമോ? 2020 ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ സ്വർണ്ണഖനി കണ്ടെത്തിയ സംസ്ഥാനം അതാണ് ഉത്തർപ്രദേശ് കേട്ടോ. ഉത്തർപ്രദേശിലാണ്, ഉത്തർപ്രദേശിലെ സോൻഭദ്ര ജില്ലയിലാണ് 2020 ഏറ്റവും കൂടുതൽ സ്വർണ്ണഖനി കണ്ടെത്തിയ ഇന്ത്യൻ സംസ്ഥാനം എന്ന് പറയുന്നത്. ഓക്കെ. അടുത്തതായിട്ട് സിൽവർ അഥവാ വെള്ളി അല്ലെ. വെള്ളി. അപ്പോൾ ഇന്ത്യയിലെ പ്രധാന വെള്ളി ഉൽപാദന സംസ്ഥാനങ്ങൾ എന്ന് പറഞ്ഞാൽ 1 രാജസ്ഥാൻ, മറ്റൊന്ന് ജാർഖണ്ഡ്, മറ്റൊന്ന് കർണാടകം, മറ്റൊന്ന് ആന്ധ്രാപ്രദേശ്. അപ്പോൾ സ്വർണ്ണമുള്ളതുപോലെ തന്നെ കർണാടകത്തിൽ വെള്ളിയും ആന്ധ്രയിലും വെള്ളിയുണ്ട്. കർണാടകയിലും ആന്ധ്രയിലും വെള്ളിയുണ്ട്. പിന്നെ ജാർഖണ്ഡിലും രാജസ്ഥാനിലും വെള്ളി. അപ്പം വെള്ളി ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത് രാജസ്ഥാനിലെ ഖനികളിലാണ്. വെള്ളി ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്നത്. ഓക്കെ. അപ്പോൾ വെള്ളി ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്ന രാജസ്ഥാനിലെ ഖനിയുടെ പേര് ആണ് രസം. അതിന്റെ പേര് സ്വാർ ഖനി എന്നാണ്. സ്വർണ്ണഖനി എന്നല്ല, സ്വാർ ഖനി എന്നാണ് അതിന്റെ പേര്. ഉദയ്പൂരിലാണ് കേട്ടോ.
ഉദയ്പൂരിലാണ് കേട്ടോ, രാജസ്ഥാനിലെ ഉദയ്പൂരിലാണ് അത് നിലനിൽക്കുന്നത് എന്നത് ഓർത്തിരിക്കുക. ഓക്കെ, ഇനി വെള്ളി പ്രധാനമായി ഉപയോഗിക്കുന്നത് ആഭരണ നിർമ്മാണം, പിന്നെന്താണ്, ഇലക്ട്രോപ്ലേറ്റിങ്ങിന് ഉപയോഗിക്കാറുണ്ട്, ഫോട്ടോഗ്രാഫി എന്നിവയ്ക്കും ഉപയോഗിക്കാറുണ്ട് അല്ലെ. ഫോട്ടോഗ്രാഫി, ഇലക്ട്രോപ്ലേറ്റിംഗ്, അതുപോലെ സ്വർണ്ണാഭരണ നിർമ്മാണം ആഭരണ നിർമ്മാണത്തിന്, ഇത്രയും കാര്യത്തിന് വെള്ളി ഉപയോഗിക്കാറുണ്ട്. ഓക്കെ, ഇനി മറ്റു ധാതുക്കൾ എന്ന് പറഞ്ഞാൽ ഒന്ന് സിങ്ക്. സിങ്ക് പ്രധാനമായും കണ്ടെത്തിയിട്ടുള്ളത് രാജസ്ഥാനിലെ ഉദയ്പൂരിലെ സ്വാർ ഖനിയിൽ തന്നെയാണ്. രാജസ്ഥാനിലെ ഉദയ്പൂരിലുള്ള സ്വാർ ഖനിയിൽ തന്നെയാണ് എന്ത്, ഈ സിങ്ക് ഏറ്റവും കൂടുതൽ കണ്ടെത്തിയിട്ടുള്ളത്. അതുപോലെ ടങ്സ്റ്റണിന്റെ പ്രധാനപ്പെട്ട ഒരു അയിരുണ്ട്, ടങ്സ്റ്റണിന്റെ പ്രധാനപ്പെട്ട ഒരു അയിരുണ്ട്, അതാണ് വൂൾഫ്രമൈറ്റ്. ടങ്സ്റ്റന്റെ പ്രധാനപ്പെട്ട ഒരു അയിരാണ് വൂൾഫ്രമൈറ്റ് എന്ന് പറയുന്നത്. അതുപോലെ രാജസ്ഥാനിലെ ദിഗാന, അതുപോലെ പശ്ചിമ ബംഗാളിലെ ചെന്തുപാത്തി എന്നീ സ്ഥലങ്ങളിലാണ് ഈ പറയുന്ന വൂൾഫ്മൈറ്റ് റൂൾഫ്രം നിക്ഷേപം പ്രധാനമായും കണ്ടുപിടിക്കുന്നത്. ഏതാണ്? വൂൾഫ്രം നിക്ഷേപം ഏറ്റവും കൂടുതൽ കണ്ടുപിടിച്ചത് ദിഗാന, ചെന്തുപാത്തി. ഇത് വെസ്റ്റ് ബംഗാളിലും ഇത് ദിഗാന എന്ന് പറഞ്ഞത് രാജസ്ഥാനിലുമാണ്. ഓക്കെ, അവിടെയാണ് വൂൾഫ്രം നിക്ഷേപം ഒരുപാട് കണ്ടിട്ടുള്ളത്. ഇനി നിക്കൽ നിക്ഷേപങ്ങളുണ്ട്. നിക്കൽ നിക്ഷേപം ഏറ്റവും കൂടുതലുള്ളത് ഒഡീഷയിലാണ് നിക്കൽ നിക്ഷേപങ്ങൾ ഏറ്റവും അധികം കാണപ്പെടുന്നത്. ഓക്കെ, ഇനി നമുക്ക് അടുത്തതിലേക്ക് പോകാം. അടുത്തതാണ് അലോഹധാതുക്കൾ. അലോഹധാതുക്കൾ എന്ന് പറയുമ്പോൾ അതിനകത്തെ പ്രധാനപ്പെട്ട ആളാണ് മൈക്ക അഥവാ അഭ്രം. ലോകത്തെ ഏറ്റവും കൂടുതൽ മൈക്ക ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യം ഇന്ത്യയാണ്. ലോകത്തിലെ ഏറ്റവും കൂടുതൽ മൈക്ക ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യം എന്ന് പറയുന്നത് ഇന്ത്യയാണ്. ഇലക്ട്രിക്കൽ വ്യവസായത്തിലെ ഒരു പ്രധാനപ്പെട്ട അസംസ്കൃത വസ്തുവാണ് ഏത്? ഈ മൈക്ക. എന്താണ്? ഇലക്ട്രിക്കൽ വ്യവസായത്തിലെ ഒരു പ്രധാനപ്പെട്ട അസംസ്കൃത വസ്തുവാണ് എന്ത്? മൈക്ക എന്ന് പറയുന്നത്. അപ്പോൾ വൈദ്യുതോപകരണ വ്യവസായങ്ങളിൽ ഇൻസുലേറ്ററുകളായി ഉപയോഗിക്കുന്ന ധാതു എന്ന് ചോദിച്ചാൽ എന്താണ്? വൈദ്യുതോപകരണ വ്യവസായങ്ങളിൽ ഇൻസുലേറ്ററുകളായി ഉപയോഗിക്കുന്ന ധാതു ഏതാണെന്ന് ചോദിച്ചാൽ അതേതാണ്? ഈ അഭ്രം അഥവാ മൈക്കയാണ്. ആന്ധ്രാപ്രദേശ്, അതുപോലെ തന്നെ രാജസ്ഥാൻ, അതുപോലെ തന്നെ ജാർഖണ്ഡ് എന്നീ 3 സംസ്ഥാനങ്ങളിലാണ് ഇന്ത്യയിലെ 90% മൈക്ക ഉൽപ്പാദിപ്പിക്കുന്നത്. ഏതൊക്കെയാണ്? രാജസ്ഥാൻ, ജാർഖണ്ഡ്, ആന്ധ്രാപ്രദേശ് എന്നിവിടങ്ങളിലാണ് ഇന്ത്യയിലെ 90% മൈക്ക ഉൽപ്പാദിപ്പിക്കുന്നത് എന്ന് പറയുന്നത്. അടുത്തതായിട്ടാണ് ലൈംസ്റ്റോൺ അഥവാ ചുണ്ണാമ്പുകല്ല് അല്ലെ. ലൈംസ്റ്റോൺ അഥവാ ചുണ്ണാമ്പുകല്ല് സിമന്റ് വ്യവസായത്തിലെ പ്രധാന അസംസ്കൃത വസ്തു. മറ്റേത് ഇലക്ട്രിക്കൽ വ്യവസായത്തിൻ്റെതാണെങ്കിൽ അടുത്തത് സിമന്റ് വ്യവസായത്തിലെ പ്രധാനപ്പെട്ട അസംസ്കൃത വസ്തുവാണ് ലൈംസ്റ്റോൺ എന്ന് പറയുന്നത്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ചുണ്ണാമ്പുകല്ല് റിസർവുകൾ ഉള്ളത് ആന്ധ്രാപ്രദേശിലാണ്. അത് കഴിഞ്ഞാൽ പിന്നെ മധ്യപ്രദേശ്, രാജസ്ഥാൻ, ആന്ധ്രാപ്രദേശ് എന്നീ സംസ്ഥാനങ്ങളിലാണ് പ്രധാനമായി ഇത് ഉൽപ്പാദനം. അപ്പോൾ ആന്ധ്ര കഴിഞ്ഞാൽ പിന്നെ മധ്യപ്രദേശിലും രാജസ്ഥാനിലും എന്തുണ്ട്? ലൈംസ്റ്റോണുകൾ ഉണ്ട്. ചുണ്ണാമ്പ് കല്ല് ഉൽപാദനം റിപ്പോർട്ട് ചെയ്തിട്ടുള്ള മറ്റു സംസ്ഥാനങ്ങൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ ഇത് കൂടാതെയുള്ള മറ്റു സംസ്ഥാനങ്ങൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ നോക്കിക്കേ. ഛത്തീസ്ഗഡ് ഉണ്ട്, കർണാടകമുണ്ട്, പിന്നെ ഗുജറാത്ത് ഉണ്ട്, പിന്നെ തമിഴ്നാടുണ്ട്, തെലുങ്കാനയുണ്ട്. ഇവിടെയും ലൈംസ്റ്റോണുകൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ചുണ്ണാമ്പു കല്ലിൽ 10% കൂടുതൽ മഗ്നീഷ്യം അടങ്ങിയിട്ടുള്ളതിനെയാണ്, ചുണ്ണാമ്പു കല്ലിൽ 10% കൂടുതൽ മഗ്നീഷ്യം ഉണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഡോളമൈറ്റ്. നിങ്ങൾ കെമിസ്ട്രിയിലൊക്കെ പഠിക്കുന്നില്ലേ ഡോളമൈറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ചുണ്ണാമ്പു കല്ലിൽ 10% കൂടുതൽ മഗ്നീഷ്യം അടങ്ങിയിട്ടുള്ളതിനെയാണ് നമ്മൾ ഡോളമൈറ്റ് എന്ന് വിളിക്കുന്നത്. ഡോളമൈറ്റ് ഉൽപാദനത്തിന് പ്രസിദ്ധമായ സ്ഥലമാണ് ഒഡീഷയിലെ ബിർ മിത്രാപൂർ എന്ന് പറയുന്നത് ഒഡീഷയിലാണ് ഡോളമൈറ്റിന് ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്നത്. അടുത്തതായി കൽക്കരി. ഇന്ത്യയിലെ മുഖ്യ താപോർജ സ്രോതസ്സിന്റെ പ്രധാന വ്യവസായവും ഇന്ധനം എന്ന് പറയുന്നത് എന്താണ്? കൽക്കരിയാണ്. ഇന്ത്യയിലെ എല്ലാ പ്രധാന താപോർജ സ്രോതസ്സിലെയും പ്രധാന വ്യാവസായിക ഇന്ധനം എന്ന് പറയുന്നത് എന്താണ്? അത് കൽക്കരിയാണ്. കൽക്കരി ഉൽപാദനത്തിൽ ലോകത്തിൽ 3ാം സ്ഥാനത്ത് നിൽക്കുന്നതാണ്. 3rd പൊസിഷനിലാണ് ആരുള്ളത്? ഇന്ത്യ ഉള്ളത്. ഉൽപാദനത്തിൽ 3rd പൊസിഷനിലാണ് ആരുള്ളത്? ഇന്ത്യ നിൽക്കുന്നത്.
ചൈനയും യു എസും കഴിഞ്ഞാൽ ചൈന, USA, then ഇന്ത്യ. ഓക്കെ, ഇനി ഇന്ത്യക്കാർക്ക് ആവശ്യമായ ഊർജത്തിന്റെ എത്ര ശതമാനമാണ് കൽക്കരിയിൽ നിന്നും ഉൽപ്പാദിപ്പിക്കുന്നത് എന്ന് ചോദിച്ചാൽ ഇന്ത്യക്കാർക്ക് ആവശ്യമാതിൽ 65% നമ്മൾ ഉൽപ്പാദിപ്പിക്കുന്നത് ഇവിടുന്നാണ്, ഈ കൽക്കരിയിൽ നിന്നിട്ടാണ് എന്ന് ഓർത്തിരിക്കുക. ഇനി 95% കാർബൺ അടങ്ങിയിരിക്കുന്ന ആന്ത്രാസൈറ്റ് കൽക്കരി കാണപ്പെടുന്നത് ഇന്ത്യയിലെ ഒരു കേന്ദ്രഭരണ പ്രദേശത്തിലാണ്. എവിടെയത്? ജമ്മു ആൻഡ് കാശ്മീരിലാണ് കേട്ടോ. എന്താണ്? 95% കാർബൺ അടങ്ങിയിരിക്കുന്ന ആന്ത്രാസൈറ്റ് കൽക്കരി ഉള്ള ഇന്ത്യയിലെ ഒരു കേന്ദ്രഭരണ പ്രദേശമാണേത്? ജമ്മു കാശ്മീർ. ഓക്കെ, ഇനി കൽക്കരി ഉൽപാദനത്തിൽ മുന്നിലുള്ള സംസ്ഥാനങ്ങൾ എന്നതാണ് നമ്മൾ പഠിക്കാനായിട്ടുള്ളത്. ഓക്കെ, ഏതൊക്കെയാണെന്ന് നോക്കാം. ജാർഖണ്ഡ് ഇല്ലാത്ത പരിപാടിയില്ലല്ലോ, ജാർഖണ്ഡ് ഉണ്ട്. ഛത്തീസ്ഗഡ് ഉണ്ടല്ലോ, ഉണ്ട്, ഛത്തീസ്ഗഡ് ഉണ്ട്. ഒഡീഷ ഉണ്ടോ? ഉണ്ട്. മധ്യപ്രദേശ് ഉണ്ട്, ആന്ധ്രാപ്രദേശ്. ഇത്രയും സ്ഥലങ്ങളിലാണ് എന്ത്? കൽക്കരി ഉൽപാദനം സജീവമായി ഇന്ത്യയിൽ നടക്കുന്നത്. ഇന്ത്യയിൽ കൽക്കരി നിക്ഷേപത്തിൽ മുന്നിൽ നിൽക്കുന്നത് ഇതിനകത്ത് ആരായിരിക്കും? ഈ ജാർഖണ്ഡുകാരനാണ്. ഏറ്റവും കൂടുതൽ കൽക്കരി ഉൽപ്പാദിപ്പിക്കുന്നത് ജാർഖണ്ഡിലാണ്. ഇന്ത്യയിലെ പ്രധാനപ്പെട്ട കൽക്കരി ഖനികൾ ഏതൊക്കെയാണ് നമ്മൾ അറിയണം. ഇന്ത്യയിലെ പ്രധാനപ്പെട്ട കൽക്കരി ഖനികൾ: 1 ഛാരിയ, 2 ബൊക്കാറോ, 3 റാണിഗഞ്ച്, 4 കോർബ, 5 താൽച്ചാർ എന്നിവിടങ്ങളാണ് ഇന്ത്യയിലെ പ്രധാനപ്പെട്ട കൽക്കരി ഖനികൾ നിൽക്കുന്നത് എന്ന് ഓർത്തിരിക്കുക. ഇന്ത്യയിലെ ഏറ്റവും പഴയ കൽക്കരി ഖനി ഇതിനകത്തത് റാണിഗഞ്ച് ആണ്. ഇന്ത്യയിലെ ഏറ്റവും ഓൾഡ് വൺ എന്ന് പറയുന്നത് റാണിഗഞ്ച് ആണ്. എവിടെ അത്? റാണിഗഞ്ച് വെസ്റ്റ് ബംഗാളിലാണ് കേട്ടോ, വെസ്റ്റ് ബംഗാളിലാണ്. ഓക്കെ, ഇന്ത്യയിലെ ഏറ്റവും വലിയത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഛാരിയാണ്. ഇതാണ് ബിഗ് എന്ന് പറഞ്ഞാൽ അത് ഛാരിയാണ് എന്നും ഓർത്തിരിക്കുക. ഓക്കെ, ഇനി ബിറ്റുമിനസ് കൽക്കരി കാർബണിന്റെ അളവ് എത്രയാണ്? ബിറ്റുമിനസ് കൽക്കരിയിൽ കാർബണിന്റെ അളവ് ബിറ്റുമിനസ് കൽക്കരിയിൽ 40 മുതൽ 80% വരെയാണ്. ബിറ്റുമിനസ് കൽക്കരിയിൽ കാർബണിന്റെ അളവ് 40 മുതൽ 80 ആണ്. ബ്രൗൺ കോൾ എന്നറിയപ്പെടുന്നത് എന്തിനെയാണ്? ബ്രൗൺ കോൾ എന്നറിയപ്പെടുന്നത് ലിഗ്നൈറ്റ് ആണ് കേട്ടോ. ലിഗ്നൈറ്റ്, ഇതൊക്കെ കെമിസ്ട്രിയിൽ നിങ്ങൾ പഠിക്കും, എന്നാലും ഞാൻ പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ. ലിഗ്നൈറ്റ് ആണ്. ഓക്കെ, ഇന്ധനക്ഷമത കുറഞ്ഞ കൽക്കരിയാണ് ഏത്? ഈ ലിഗ്നൈറ്റ് എന്ന് പറഞ്ഞ ഇന്ധനക്ഷമത കുറഞ്ഞത്. ഓക്കെ, ഇത് ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്നത് തമിഴ്നാട്ടിലാണ്. ലിഗ്നൈറ്റ് ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്നത്, ഇന്ധനക്ഷമത കുറഞ്ഞതാണ്. ഇത് ഏറ്റവും കൂടുതൽ ഉൽപ്പാദിക്കുന്നത് തമിഴ്നാട്ടിലാണ്. തമിഴ്നാട്ടിലെ ജയൻ കൊണ്ടം എന്തിന്റെ പേരിലാണ് പ്രശസ്തം എന്ന് ചോദിച്ചാൽ ഈ ലിഗ്നൈറ്റിലാണ്. ജയൻ കൊണ്ടം എന്ന തമിഴ്നാട്ടിലെ സ്ഥലം എന്തിന് പ്രസിദ്ധമാണ്? ലിഗ്നൈറ്റ് പ്രൊഡക്ഷനിൽ പ്രസിദ്ധമാണ്. ഓക്കെ, ഇനി നംപുക്ക് കൽക്കരിക്കനി, നംപുക്ക് കൽക്കരിക്കനി എവിടെയാണെന്ന് ചോദിച്ചാൽ അത് അരുണാചൽ പ്രദേശിലാണ് കേട്ടോ. നംപുക്ക് കൽക്കരിക്കനി അത് അരുണാചൽ പ്രദേശിലാണ്. ഓക്കെ, അടുത്തതായി നമ്മൾ പഠിക്കുന്നു പെട്രോളിയം എന്ന് പറയുന്ന പ്രോഡക്റ്റ്. പെട്രോളിയം രൂപം കൊള്ളുന്ന ശില എന്ന് പറഞ്ഞാൽ അവസാദ ശിലകളിലാണ്. നമ്മൾ പഠിച്ചിട്ടുണ്ട് ഈ ടോപ്പിക്, അവസാദ ശിലകളിലാണ് എന്ത്? പെട്രോളിയം പ്രോഡക്റ്റുകൾ ഉണ്ടാകുന്നത്. നമുക്കറിയാം, ഇന്ത്യയിൽ പെട്രോളിയം പ്രധാനമായും ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇന്ത്യയിൽ പെട്രോളിയം പ്രോഡക്റ്റ് പ്രധാനമായി ഉൽപ്പാദിപ്പിക്കുന്നത് എന്ന് പറഞ്ഞാൽ, 1 ഇന്ത്യയിൽ പെട്രോളിയം പ്രോഡക്റ്റ് പ്രധാനമായും ഉൽപ്പാദിപ്പിക്കുന്നത് എവിടെയാണെന്ന് ചോദിച്ചാൽ 1 ആസം ഉണ്ട്, പിന്നെ മഹാരാഷ്ട്രയുണ്ട് പെട്രോളിയം പ്രോഡക്റ്റ് ഉൽപ്പാദിപ്പിക്കുന്നത്, മറ്റൊന്ന് ഗുജറാത്ത് ഉണ്ട്. ഇവിടെ 3ഇടത്തുമാണ് ഇന്ത്യയിൽ പെട്രോളിയം പ്രോഡക്റ്റുകൾ പ്രധാനമായും ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന സ്ഥലം എന്ന് പറയുന്നത്. അപ്പോൾ അസം ഓയിൽ കമ്പനി സ്ഥാപിച്ച ദിഗ്ബോയുടെ നിയന്ത്രണം ഇപ്പോൾ ഏറ്റെടുത്തിരിക്കുന്നത് ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ ആണ്. അസം ഓയിൽ കമ്പനി സ്ഥാപിച്ച ദിഗ്ബോയുടെ നിയന്ത്രണം ഏറ്റെടുത്തിരിക്കുന്നത് ഇപ്പോൾ IOC ആണ്. ആസാമിലെ മറ്റ് എണ്ണക്കനികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നഹർകാത്തിയ, അതുപോലെ മോറാൻ ഹഗ്റിയാൻ, ഇതൊക്കെ എന്താണ്? ആസാമിലെ തന്നെ മറ്റ് പെട്രോളിയം ഖനികളാണ്, അല്ലെങ്കിൽ എണ്ണപ്പാടങ്ങളാണ്. ഇന്ത്യയിലെ ഏറ്റവും പഴക്കമേറിയ എണ്ണക്കനി എന്ന് പറയുന്നതാണ് ഈ ദിഗ്ബോ. ഓക്കെ, 1901 ഈ ദിഗ്ബോ സ്ഥാപിക്കുന്നത്. 1901 ഇന്ത്യയിലെ ഏറ്റവും പഴക്കമേറിയ എണ്ണ ശുദ്ധീകരണ ശാലയും ഏതാണെന്ന് ചോദിച്ചാലും ഈ ദിഗ്ബോയാണ്. ഇപ്പോൾ അത് ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷന്റെ അണ്ടറിലാണ് എന്ന് ഓർത്തിരിക്കുക.
ഓക്കെ, ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ, ദ എനർജി ഓഫ് ഇന്ത്യ അല്ലെ, ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷന്റെ ഇതാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ പെട്രോളിയം ഖനി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് മുംബൈ ഹൈ ആണ്. മുംബൈ ഹൈ ആണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ പെട്രോളിയം ഖനി എന്ന് പറഞ്ഞത്. ജവഹർലാൽ നെഹ്റു സമൃദ്ധിയുടെ നീരുറവ എന്ന് വിശേഷിപ്പിച്ച എണ്ണപ്പാടം, സമൃദ്ധിയുടെ നീരുറവ എന്ന് ജവഹർലാൽ നെഹ്റു പറഞ്ഞ എണ്ണപ്പാടം ഏതാന്ന് ചോദിച്ചാൽ അത് അംഗ്ലേശ്വർ ആണ്. കേട്ടോ, അംഗ്ലേശ്വർ ആണ്. സമൃദ്ധിയുടെ നീരുറവ എന്ന് ജവഹർലാൽ നെഹ്റു പറഞ്ഞത് അംഗ്ലേശ്വറിനെയാണ്. ഇനി ഹാൽഡിയ ഓയിൽ റിഫൈനറി സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം, ഹാൽദിയ ഓയിൽ റിഫൈനറി സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? വെസ്റ്റ് ബംഗാളിലാണ് കേട്ടോ, പശ്ചിമ ബംഗാളിലാണ് എന്ന് പറയുക. ഇന്ത്യയിലെ ആദ്യത്തെ പൊതുമേഖല എണ്ണ ശുദ്ധീകരണശാല എവിടെയാണ്? ഗുവാഹത്തി, ആസാമിലെ ഗുവാഹത്തിയാണ് പൊതുമേഖലയിലെ ആദ്യത്തെ എണ്ണ ശുദ്ധീകരണശാല എന്ന് പറയുന്നത്. ഇനി ബറൗണി എണ്ണ ശുദ്ധീകരണശാല എവിടെയാണെന്ന് അറിയാമോ? ബറൗണി, എളുപ്പമാണ് ഓർത്തിരിക്കാൻ. ബറൗണി എവിടെയാണെന്ന് അറിയാമോ? ബീഹാർ. ഓക്കെ. കൊയാലി എണ്ണ ശുദ്ധീകരണശാല എവിടെയാണെന്ന് അറിയാമോ? അത് ഗുജറാത്തിലാണ്. കേട്ടോ, ഗുജറാത്ത്. ഏറ്റവും കൂടുതൽ ശുദ്ധീകരണ ശേഷിയുള്ള എണ്ണ ശുദ്ധീകരണശാല ഏതാണെന്ന് ചോദിച്ചാൽ റിലയൻസ് പെട്രോളിയം ലിമിറ്റഡ് ജാംനഗർ, റിലയൻസ് പെട്രോളിയം ലിമിറ്റഡ് ജാംനഗർ. അതുപോലെ ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ ലിമിറ്റഡ് കൊയാലി എന്നിവിടങ്ങളിലാണ് ഏറ്റവും കൂടുതൽ പെട്രോളിയം ഉൽപ്പാദിപ്പിക്കുന്നത്. കേരളത്തിലെ എണ്ണ ശുദ്ധീകരണശാല സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? അമ്പലമുകളിലാണ് അല്ലെ. എണ്ണ ശുദ്ധീകരണശാല എവിടെ? അമ്പലമുകൾ. ഓക്കെ. ഇന്ത്യയിലെ ഏറ്റവും വലിയ പെട്രോളിയം പ്രകൃതിവാതക ഖനന ഉൽപാദന കമ്പനി എന്ന് പറയുന്നത് ONGC ആണ് അല്ലെ. ONGC ആണ്, ഓയിൽ ആൻഡ് നാച്ചുറൽ ഗ്യാസ് കോർപ്പറേഷൻ. ഈ ONGC സ്ഥാപിതമാകുന്നത് 1956. ഇതൊക്കെ ഓൾറെഡി നമ്മൾ പഠിച്ചത് കൊണ്ടാണ് കേട്ടോ പെട്ടെന്ന് പറയുന്നത്. ഓക്കെ. ഇനി പ്രകൃതിവാതകം കാണപ്പെടുന്ന ഇന്ത്യയിലെ പ്രധാന മേഖലകൾ എന്ന് പറഞ്ഞാൽ നാച്ചുറൽ ഗ്യാസ്, പ്രകൃതിവാതകം ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ഇന്ത്യയിലെ മേഖല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൃഷ്ണ ഗോദാവരി തടത്തിലും മുംബൈ ഹൈയിലും അതുപോലെ ഗൾഫ് ഓഫ് കമ്പത്തിലുമായിട്ടാണ് ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ പ്രകൃതിവാതക ഡിപ്പോസിറ്റുകൾ കാണപ്പെടുന്നത് എന്ന് ഓർത്തിരിക്കുക. അപ്പോൾ ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് ഈ ഗുജറാത്ത് എന്ന് പറയുന്ന സംസ്ഥാനത്തിലെ പ്രധാനപ്പെട്ട ഓയിൽ ഖനികളെ കുറിച്ചിട്ടാണ്. ഒന്ന് നമ്മൾ കേട്ടു, സമൃദ്ധിയുടെ നീരുറവ എന്ന് ജവഹർലാൽ നെഹ്റു വിളിച്ച ഒരു അംഗ്ലേശ്വർ ഖനിയല്ല, പെട്രോളിയം പാടം അല്ലെങ്കിൽ എണ്ണപ്പാടം. ഖനി എന്ന് ഞാൻ തെറ്റി പറയുന്നുണ്ടെങ്കിൽ ശ്രദ്ധിച്ചോളാം കേട്ടോ, നേരത്തെ ഖനി കഴിഞ്ഞതിന്റെ ഒരു പ്രശ്നമാണ്. അപ്പോൾ അംഗ്ലേശ്വർ എന്ന് പറയുന്ന എണ്ണപ്പാടം. അടുത്തതായിട്ട് മറ്റൊന്ന് അവിടെയുണ്ട്, ലുഞ്ച് എണ്ണപ്പാടം. മറ്റൊന്ന് കലോൽ എണ്ണപ്പാടം. എക്സാക്ട് ലൊക്കേഷൻ ഒന്നുമല്ല, ഞാൻ ജസ്റ്റ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. മറ്റൊന്നാണ് നമ്മൾ പഠിച്ചിട്ടുള്ള കൊയാലി അല്ലെ. കൊയാലി എവിടെയാ സ്ഥിതി ചെയ്യുന്നത്? ഗുജറാത്തിലാണ് കൊയാലി അല്ലെ. ഇങ്ങനെ പ്രസിദ്ധമായ 4 എണ്ണപ്പാടങ്ങൾ എവിടെ തന്നെ ഉണ്ട്? ഗുജറാത്തിൽ തന്നെ ഉണ്ട് എന്നത് നിങ്ങൾ ഓർത്തിരിക്കേണ്ടതാണ്. ഓക്കെ. ഇനി നമുക്ക് ആണവായുധങ്ങളിലേക്ക് പോയി നോക്കാം. ആണവായുധങ്ങൾ. അപ്പോൾ ഇന്ത്യയിൽ കാണപ്പെടുന്ന പ്രധാനപ്പെട്ട ആണവായുധങ്ങൾ എന്ന് പറയുന്നത് യുറേനിയം, തോറിയം, ഇൽമനൈറ്റ്, സിർക്കോണിയം എന്നിവയാണ്. ലോകത്തെ ഏറ്റവും കൂടുതൽ യുറേനിയം ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യം എന്ന് പറയുന്നതാണ് കസാക്കിസ്ഥാൻ. ഏറ്റവും കൂടുതൽ ആണവായുധങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്നത് കസാക്കിസ്ഥാനിലാണ്. അല്ലെങ്കിൽ ആണവായുധമല്ല, യുറേനിയം ഉൽപ്പാദിപ്പിക്കുന്നത് എവിടെയാണ്? കസാക്കിസ്ഥാനിലാണ്. അതുപോലെ തന്നെ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ യുറേനിയം ഉൽപ്പാദിപ്പിക്കുന്നത് എവിടെയാണ്? ആന്ധ്രാപ്രദേശിലാണ്. ഇന്ത്യയിൽ ആദ്യമായി യുറേനിയം ഖനി ഉണ്ടാക്കിയത് എവിടെയാണെന്ന് ചോദിച്ചാൽ ജാദുഗുഡ. ഓക്കെ, ജാദുഗുഡ എവിടെയാണത്? ജാർഖണ്ഡിലാണ് കേട്ടോ. ജാദുഗുഡ എവിടെയാണ്? ജാർഖണ്ഡ്. ഇന്ത്യയിൽ ആദ്യമായി യുറേനിയം ഖനി കണ്ടെത്തിയത് ജാദുഗുഡയിലാണ്. ഓക്കെ. ഇനി ആന്ധ്രാപ്രദേശിലെ കടപ്പയിൽ സ്ഥിതി ചെയ്യുന്ന ഒരു യുറേനിയം ഖനിയുണ്ട്, അതിനെയാണ് തുമിലപ്പള്ളി ഖനി എന്ന് പറയുന്നത്. ആന്ധ്രാപ്രദേശിലെ എവിടെയാണ്? കടപ്പയിലുള്ള സ്ഥിതി ചെയ്യുന്ന യുറേനിയം ഖനിയാണ് ഏത്? ഈ പറയുന്ന തുമിലപ്പള്ളി ഖനി എന്ന് പറയുന്നത്. കേരളത്തിന്റെ തീരത്ത് കണ്ടെത്തിയിട്ടുള്ള ആണവായുധങ്ങളാണ് തോറിയം, സിർക്കോണിയം എന്നിവ. അപ്പൊ യുറേനിയം ആണ് ബാക്കിയുള്ളിടത്തെങ്കിൽ
തോറിയം സിർക്കോണിയം ഡിപ്പോസിറ്റുകൾ ഉള്ളത് എവിടെയാണ്? നമ്മളുടെ കൊച്ചു കേരളത്തിലാണ്. ഓക്കെ, ഇത്രയുമാണ് പ്രധാനപ്പെട്ട ആണവായുധങ്ങൾ, ആണവധാതുക്കൾ എന്ന് നമുക്ക്, ആണവായുധങ്ങളല്ല, ആണവധാതുക്കൾ എന്ന് നമുക്ക് പറയാനായിട്ട് പറ്റുന്നത്. ഓക്കെ, അപ്പോൾ ധാതുക്കൾ എന്ന് പറയുന്ന പ്രധാനപ്പെട്ട ഭാഗം നമ്മൾ ഇതോടുകൂടി ഫിനിഷ് ചെയ്യുകയാണ്. ഓടിച്ചാണ് പറഞ്ഞത്, പക്ഷെ നമ്മൾ ഫിസിയോഗ്രഫി ഒക്കെ പഠിച്ചവരായതുകൊണ്ട് നമുക്കിത് വളരെ എളുപ്പമായിട്ട് മനസ്സിലാക്കാവുന്നതാണ്. ഓക്കെ ഓക്കെ, അപ്പൊ തൽക്കാലം നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് ക്ലാസ്സിൽ നമ്മൾ ഇന്ത്യയുടെ വ്യവസായം ആരംഭിക്കും. അപ്പോൾ ഇതുവരെ പഠിച്ചത് കൃത്യമായി പഠിച്ചിരിക്കുക. ഓക്കെ, താങ്ക് യു.